എൻ്റെ എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്കിന്ന് ഈ മാസം നിങ്ങൾക്ക് യൂണിവേഴ്സ് നൽകുന്ന മെസ്സേജസ് എന്തൊക്കെയാണെന്ന് നോക്കാം കേട്ടോ. ഓക്കെ, യൂണിവേഴ്സ് ഈ മാസം യൂണിവേഴ്സ് നൽകുന്ന മെസ്സേജസ് യൂണിവേഴ്സിന് ഈ മാസം യൂണിവേഴ്സ് നൽകുന്ന മെസ്സേജസ് എന്തൊക്കെയാണ്? ഈ മാസം യൂണിവേഴ്സ് നൽകുന്ന മെസ്സേജസ് എന്തൊക്കെയാണ്? യൂണിവേഴ്സ് ഈ മാസം മെസ്സേജസ് എന്തൊക്കെയാണ്? യൂണിവേഴ്സ് ഈ മാസം യൂണിവേഴ്സ് നൽകുന്ന മെസ്സേജസ് യൂണിവേഴ്സ് messages and that nurse. Such something. Yes. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. നിങ്ങൾക്ക് വന്നിരിക്കുന്നത് നിങ്ങളുടെ ബുദ്ധിമുട്ടുകളും ദുരിതങ്ങളൊക്കെ തീർന്നു എന്നാണ് പറയണത് കേട്ടോ. നിങ്ങൾക്ക് എല്ലാ കാര്യം നിങ്ങൾ കുറെ ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിച്ചു, അതെല്ലാം തീർന്നു. ഇനി നല്ലൊരു കാലഘട്ടമാണ് നിങ്ങൾക്ക് വരാൻ പോകുന്നത്. നിങ്ങളുടെ ദുഃഖങ്ങളും ദുരിതങ്ങളൊക്കെ തീർന്നു. ഒപ്പം തന്നെ നല്ലൊരു കാലഘട്ടം നിങ്ങൾക്ക് വരാൻ പോകുന്നത്. വളരെ ബുദ്ധിമുട്ടും പ്രയാസങ്ങളൊക്കെ നിറഞ്ഞൊരു കാലഘട്ടത്തിന്റെ അവസാനമാണ്. അത് കഴിഞ്ഞു. ഇനി നിങ്ങൾക്ക് നല്ലൊരു കാലം വരാൻ പോകുന്നു. അതിൻ്റെ എല്ലാം പൂർത്തീകരണമാണ് പറയുന്നത്. ഇനി നിങ്ങൾക്ക് നല്ല കാലം വരാൻ പോകുന്നു. ഒരു എന്താ പറയാ, ഒരു എന്തെങ്കിലും നിങ്ങൾക്കിപ്പോ എന്തെങ്കിലുമൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ടായിരിക്കാം. അതെല്ലാം കഴിഞ്ഞു. ഇനി നല്ലൊരു മാറ്റമാണ് നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ പോകുന്നത്. നല്ലൊരു മാറ്റം സംഭവിക്കാൻ പോകുന്നു. പുതിയൊരു തുടക്കം, ലൈഫില് നല്ലൊരു തുടക്കം ഉണ്ടാവാൻ പോകുന്നതാണ് പറയുന്നത്. അതിന് പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കാൻ പറയാണ്. പിന്നെ നിങ്ങൾക്ക് വന്നിരിക്കുന്നത് നിങ്ങളുടെ ജീവിതം നല്ല സുരക്ഷിതമായിട്ട് തന്നെ നിങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമെന്നാണ് പറയുന്നത്. നല്ല രീതിയിൽ നിങ്ങളുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമെന്നാണ് പറയുന്നത്. മറ്റുള്ളവരൊന്നും ആശ്രയിക്കാതെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ സ്വന്തം കഴിവുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എല്ലാ സമ്പത്തും സുഖ സൗകര്യങ്ങളോടും കൂടി നിങ്ങൾക്ക് ജീവിക്കാനായിട്ടുള്ളൊരു സമയമാണെന്നാണ് പറയുന്നത്. സമ്പത്തും സമാധാനവും എല്ലാ ഐശ്വര്യങ്ങളും നിങ്ങൾക്ക് ഉണ്ടാവാൻ പോകണമെന്നാണ് പറയുന്നത്. നിങ്ങൾക്കൊരു പ്രായമായ സമയത്തുള്ളൊരു പ്രണയം ഉണ്ടെന്നാണ് പറയുന്നത്. അത് ആ പ്രണയം നിങ്ങളുടെ അവസാനം വരേക്കും കാത്തു സൂക്ഷിക്കുന്ന ഒരു പ്രണയമാണ് പറയുന്നത്. നല്ല സ്നേഹവും നല്ല സന്തോഷവും സമാധാനവും എല്ലാം ഉണ്ടാവാൻ പോകുന്നതാണ് പറയുന്നത്. നിങ്ങളുടെ വ്യക്തിയായിട്ട് വളരെ സന്തോഷപരമായ ഒരു ജീവിതം ഉണ്ടാവുന്നതാണ് പറയുന്നത്. സത്യസന്ധമായ ഒരു പ്രണയം ഉണ്ടാവുന്നതാണ് പറയുന്നത്. ഇനി നിങ്ങളുടെ ടൈമെല്ലാം മാറി വരാൻ പോവാണെന്നാണ് പറയുന്നത്. ഇപ്പോഴത്തെ ഈ അവസ്ഥയിൽ നിന്ന് നല്ലൊരു മാറ്റമാണ് നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ പോകുന്നത്. നിങ്ങൾക്ക് ഭാഗ്യം വരാൻ പോകുന്നു. ലൈഫിൽ നല്ലൊരു ചേഞ്ചാണ് വരാൻ പോകുന്നത്. നിങ്ങൾ വിശ്വസിക്കുന്ന ആ ദൈവം നിങ്ങളുടെ ഒപ്പം തന്നെ ഉണ്ടെന്നാണ് പറയുന്നത്. നിങ്ങൾ വിചാരിക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് സാധ്യമാക്കി തരാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ ഒപ്പം ഉണ്ടെന്നാണ് പറയുന്നത്. ഇപ്പൊ ഭൂമി വാങ്ങിക്കാനൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് അതൊക്കെ സാധ്യമാവാൻ പോകുന്നതാണ്. വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് അത് സാധ്യമാവാം. പിന്നെ നിങ്ങളിപ്പോ ഒരു ഇതിലാണ്, ഒരു റിലേഷൻഷിപ്പിലാണെങ്കിൽ നിങ്ങൾക്ക് വളരെ ഡീപ്പ് ലവ് ആണ് വരാൻ പോകുന്നത് കേട്ടോ. പിന്നെ ഇപ്പൊ ലൈഫിൽ നല്ലൊരു മാറ്റം തന്നെയാണ് നിങ്ങൾക്ക് സംഭവിക്കാൻ പോകുന്നത്. പുതിയ ഒരു ന്യൂ ഇനിയും പറയുന്നുണ്ട്. അപ്പൊ നിങ്ങളുടെ വ്യക്തികളാണ് അറിയാനായിട്ട് പിണങ്ങിയിരുന്നിട്ടുണ്ടെങ്കിൽ അതെല്ലാം കണക്കൊക്കെ മാറി നിങ്ങൾക്ക് ന്യൂ ബിഗിനിങ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നു. ഒരു പുതിയ ജീവിതം ഉണ്ടാവാൻ പോകുന്നതാണ്. പുതിയൊരു ലൈഫ് വരാൻ പോകുന്നു എന്നാണ് പറയുന്നത്. റിലേഷൻഷിപ്പിലായാലും നല്ലൊരു തുടക്കമാണ് നിങ്ങൾക്ക് ഉണ്ടാവാൻ പോകുന്നത് കേട്ടോ.
നിങ്ങളുടെ ആഗ്രഹങ്ങളൊക്കെ സഫലമാകാൻ പോകുന്നതാണ് പറയുന്നത്. നിങ്ങൾ എന്തിനു വേണ്ടി നിങ്ങൾക്ക് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നോ ആ പ്രാർത്ഥനയ്ക്കൊക്കെ നിങ്ങൾക്ക് ഫലം കിട്ടാൻ പോകുന്നു. നിങ്ങൾക്ക് ഇനി നല്ല സംതൃപ്തി സമാധാനവും എല്ലാം നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ പോവാണ്. സന്തോഷം സമാധാനം എല്ലാം വരാൻ പോകുന്നു. പിന്നെന്താണ്, നിങ്ങൾ നിങ്ങളുടെ വ്യക്തിയിൽ, നിങ്ങൾ ഒരു റിലേഷൻഷിപ്പിലുള്ളതാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ വ്യക്തിയിൽ വളരെ അഡിക്റ്റഡ് ആണെന്നാണ് പറയുന്നത്. എപ്പോഴും നിങ്ങൾ നിങ്ങളുടെ വ്യക്തിനെ ഓർത്തുകൊണ്ടിരിക്കണു. വളരെ ഡീപ്പ് ലവ് ആണെന്നാണ് പറയുന്നത്. നിങ്ങളെയും ഒരുപാട് അദ്ദേഹം നിങ്ങളുടെ വ്യക്തി നിങ്ങളെയും ഒരുപാട് സ്നേഹിക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. പിന്നെ വന്നിട്ട് നിങ്ങൾ നിങ്ങളുടെ കഴിവിനെ തിരിച്ചറിയാനുള്ളൊരു സമയമാണെന്നാണ് പറയുന്നത്. നിങ്ങളുടെ കഴിവുകളിൽ നിങ്ങൾക്ക് നല്ല വിശ്വാസമുണ്ട്. നിങ്ങൾക്ക് ഏത് വെല്ലുവിളികളൊക്കെ ഏറ്റെടുത്ത് മുന്നോട്ട് പോകാൻ നിങ്ങൾക്ക് സാധിക്കും. നിങ്ങൾ വിജയത്തിന് വേണ്ടി എന്ത് എഫർട്ട് എടുത്താലും ആ എഫർട്ട് നിങ്ങൾക്ക് വിജയം കാണും. ധൈര്യത്തോടെ നിങ്ങൾ ആരംഭിച്ച എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് നടക്കാൻ പോകുന്നു എന്നാണ് പറയുന്നത്. അതെല്ലാം പൂർത്തീകരിക്കാൻ നിങ്ങൾക്ക് സാധിക്കും. പുതിയ ലൈഫിൽ പുതിയ പുതിയ ഐഡിയാസ് വരാം. നിങ്ങളുടെ ധൈര്യം കൊണ്ട്, നിങ്ങൾക്ക് നല്ല ധൈര്യമുണ്ട്, ആ ധൈര്യം കൊണ്ട് നിങ്ങൾക്ക് എല്ലാ കാര്യത്തിലും വിജയം വരാൻ പോകുന്നു എന്നാണ് പറയുന്നത്. എല്ലാ കാര്യത്തിലും നല്ല ലാഭം ഉണ്ടാവാൻ പോകുന്നു എന്നാണ് പറയുന്നത്. നിങ്ങളെ ബിസിനസ്സിലായാലും എല്ലാ കാര്യത്തിലും നിങ്ങൾക്ക് ഉയർച്ചയാണ് പറയുന്നത്. ഇനി ഒരു പുതിയൊരു വഴിയാണ് നിങ്ങൾക്ക് തുറന്നു കിട്ടാൻ പോകുന്നത് കേട്ടോ. ഏത് കാര്യത്തിലായാലും ഒരു പുതിയ വഴി തുറന്നു കിട്ടാൻ പോകുന്നു പറയുന്നത്. പിന്നെ നിങ്ങൾക്ക് വന്നിട്ട് നിങ്ങൾ ഒരു പുതിയൊരു തുടക്കത്തെയാണ് കാണിക്കുന്നത്. നിങ്ങൾ നിങ്ങളുടെ വ്യക്തികളായിട്ട്, നിങ്ങളുടെ പാർട്ട്ണർമാരായിട്ട് നിങ്ങൾ ഇത്തിരി പിണക്കായിട്ട്, ആരെങ്കിലും ആയിട്ട് പിണക്കായിട്ട് ഇരുന്നുണ്ടെങ്കിൽ അവരെല്ലാം നിങ്ങളുടെ അടുത്ത് ഒരു ന്യൂ ബിഗിനിങ് പറയുന്നുണ്ട്. ലൈഫിൽ ഇനി സക്സസ് ആണ് വരാൻ പോകുന്നത്. ഒരു പുതിയൊരു തുടക്കമാണ് നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ പോകുന്നത്. ഇനി പല വിധത്തിലുള്ള സോഴ്സിലൂടെ നിങ്ങൾക്ക് പണം നിങ്ങളുടെ അടുത്തേക്ക് വരുന്നു എന്നാണ് പറഞ്ഞത്. ഒരു അബണ്ടന്റ് നിങ്ങളുടെ അടുത്തേക്ക് വരുന്നു. നിങ്ങൾക്ക് ലൈഫിലേക്ക് വീട്, പ്രോപ്പർട്ടി, എന്താണ് നിങ്ങൾക്ക് വേണ്ടത്, നിങ്ങളുടെ ലൈഫിലേക്ക് വേണ്ടതായ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ പോകണമെന്നാണ് പറയുന്നത്. അഭിവൃദ്ധി ഉണ്ടാവുക, സമ്പത്ത് ഉണ്ടാവുക, പുതിയ പുതിയ അവസരങ്ങൾ വരാം, എല്ലാം നിങ്ങൾക്ക് സാധ്യമാവാൻ പോകണമെന്നാണ് പറയുന്നത്. നിങ്ങളുടെ സ്വപ്നങ്ങളൊക്കെ നിങ്ങൾക്ക് യാഥാർത്ഥ്യമാവാൻ പോകുന്ന എല്ലാ മേഖലകളിലും വിജയമാണ് പറയാൻ പോകുന്നത്. ഭാഗ്യം കൊണ്ട് നിങ്ങൾക്ക് വിജയം വരണമെന്നാണ് പറയുന്നത്. കഠിനാധ്വാനം കൊണ്ട്, നിങ്ങൾ എന്തിനെങ്കിലൊക്കെ വേണ്ടി കഠിനാധ്വാനം ചെയ്തിട്ടുണ്ടോ അതിനെല്ലാം നിങ്ങൾക്ക് ഫലം കിട്ടാൻ പോകുന്നു എന്നാണ് പറയുന്നത്. പിന്നെ നിങ്ങൾക്ക് എന്താണ്, വളരെ കുറച്ച് പേർക്ക് മാത്രം കുറച്ച് സങ്കടങ്ങൾ വരാനായിട്ടൊരു സാധ്യതയുണ്ട്. എന്തെങ്കിലും അസുഖങ്ങൾ വന്നിട്ട് രാത്രിയിൽ ഉറക്കമില്ലാത്തൊരവസ്ഥ വരാം. കുറച്ച് പേർക്ക് എണീറ്റിരുന്ന് കരയുന്ന ഒരു അവസ്ഥ വരാം. എന്തെങ്കിലുമൊക്കെ ഇതിക്ക് മുന്നേ ആരോടെങ്കിലുമൊക്കെ ചെയ്ത് തെറ്റിനൊക്കെ ഓർത്തിട്ട് വളരെ വേദനിക്കുക, പശ്ചാത്തപിക്കുക, കഴിഞ്ഞ കാലത്ത് നടന്ന ദുഃഖകരമായ കാര്യങ്ങളൊക്കെ ഓർത്ത് വേദനിക്കുന്നു എന്ന് പറയുന്നത്. ഒരുപാട് വേദനിക്കുന്ന ഒരു അവസ്ഥ കുറച്ച് പേർക്ക് കേട്ടോ, ഒരു 5% ആൾക്കാർ. ബാക്കി എല്ലാവർക്കും വളരെ നല്ലതാണ് പറയുന്നത്. ചെറിയ ചെറിയ പേടികൾ ഉണ്ടാവും, ഭയം ഉണ്ടാവും, കുറ്റബോധം, സംശയം, വലിയ വലിയ ആശങ്കകൾ ഇതൊക്കെ ഉണ്ടാവാം. പിന്നെ ബുദ്ധിമുട്ടുള്ളൊരു തീരുമാനത്തെ കൈകാര്യം ചെയ്യാം. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങളുടെ ബന്ധം കുറച്ച് സന്തോഷകരമല്ല എന്നാണ് പറയുന്നത്. കുറ്റബോധമുണ്ട്, പശ്ചാത്താപങ്ങൾ. നിങ്ങളുടെ വ്യക്തി നിങ്ങളുടെ അടുത്ത് ഒന്നും തുറന്നു പറയുന്നില്ല. എല്ലാ രഹസ്യങ്ങളും മറച്ചു വെക്കാണ്. നിങ്ങളുടെ അടുത്ത് ഒന്നും പറയുന്നില്ല. എല്ലാ കാര്യങ്ങളും മറച്ചു വെച്ചുകൊണ്ട് പലതും തുറന്നു പറയുന്നില്ല എന്നാണ് പറയുന്നത് നിങ്ങളുടെ വ്യക്തികള്. പിന്നെ നിങ്ങൾക്ക് എന്താണ്, ഒരു ഇപ്പൊ നിങ്ങൾ എല്ലാത്തിനും പ്രതിരോധിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾ ഒരാൾ മറ്റാളെ വെറുതെ സംശയിക്കുക. ഓരോ ചെറിയ ചെറിയ കാര്യങ്ങൾക്കായാലും പിണക്കങ്ങളും വഴക്കുകളും ഉണ്ടാവുക. അത്ര ആവശ്യമുള്ള കാര്യങ്ങളായിരിക്കില്ല, എന്നാലും അതിന് ചെറിയ പിണക്കം വഴക്കും ഒക്കെ ഉണ്ടാവും എന്നാണ് പറയുന്നത്. പിന്നെ ഏറ്റുമുട്ടല്, ഭയം, ഉത്കണ്ഠ, ആശയക്കുഴപ്പം, എന്തെങ്കിലും കാരണം കൊണ്ട് ചെറിയ പരിക്കേൽക്കാനായിട്ട് ഒരു സാധ്യത. ഒരു കെണിയിൽ അകപ്പെട്ട പോലെ തോന്നാം, ഒരു കുടുക്കിലകപ്പെട്ട പോലെ തോന്നാം. എന്ത് ചെയ്യണം എന്നറിയാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ കുറച്ച് പേർക്ക് കേട്ടോ, വളരെ കുറച്ച് പേർക്ക് ഒരുപാട് വെല്ലുവിളികളൊക്കെ അഭിമുഖീകരിക്കേണ്ടി വരാം. നിങ്ങൾ അനുഭവിക്കുന്ന ഏത് വെല്ലുവിളികൾക്കും അതിനൊരു പരിഹാരമുണ്ട്. അത് ശ്രമിച്ചാൽ അതിൽ നിന്നെല്ലാം നിങ്ങൾക്ക് രക്ഷപ്പെടാം. ഇപ്പൊ വല്ലാത്തൊരു മാനസികാവസ്ഥ ഈ മാസത്തിൽ കുറച്ച് പേർക്ക് ഉണ്ടാവാനായിട്ട് ഒരു കുറെ അഭിനവമായി ചിന്തിച്ചു കൂട്ടാം. ഒരു തടവിലാക്കപ്പെട്ട പോലെ തോന്നാം. നിങ്ങളുടെ ശക്തിയൊക്കെ എല്ലാം നഷ്ടപ്പെട്ടു പോയ പോലെ തോന്നാം. അങ്ങനെ കുറച്ച് പേർക്ക് ഉണ്ടാവും. നിങ്ങള് എന്താ പറയാ, ഒരു റെസ്റ്റ് എടുക്കേണ്ട ഒരു സമയമാണെന്നാണ് പറയണത്. ഏകാന്തത, നിങ്ങൾ ബലം പ്രയോഗിച്ചിട്ട് നേടുന്നതൊന്നും നിങ്ങൾക്ക് ശാശ്വതമല്ല എന്നാണ് പറയണത്. നിങ്ങൾക്ക് കിട്ടാനുള്ളത് നിങ്ങൾക്ക് കിട്ടും. ബലം പ്രയോഗിച്ചിട്ടൊന്നും നിങ്ങൾ നേടിയെടുക്കാൻ ശ്രമിക്കേണ്ട, അത് നിങ്ങൾക്ക് ശാശ്വതമാവില്ല. എന്തെങ്കിലും നിങ്ങൾക്ക് നഷ്ടപ്പെടാനായിട്ട് ഒരു സാധ്യത വളരെ കുറച്ച് പേർക്കേ ഉള്ളൂ കേട്ടോ.
എന്തെങ്കിലും മോഷണം പോവുക അല്ലെങ്കിൽ അപമാനിക്കപ്പെടുക, നിങ്ങളുടെ സ്വന്തം അഭിമാനം തന്നെ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാവുക. വളരെ കുറച്ച് പേർക്ക് ജോലിയിലായാലും സമ്മർദ്ദം ഉണ്ടാവുക, പിരിമുറുക്കങ്ങൾ, തർക്കങ്ങൾ വരിക, ചെറിയ ആരടുത്തെങ്കിലും ചെറിയ ചെറിയ ശത്രുതകൾ ഉണ്ടാവാം. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ചെറിയ ചീറ്റിങ് വരാനായിട്ടൊരു സാധ്യത, നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ടെന്നാണ്, ഒരു തേർഡ് പാർട്ടി ഉണ്ട്. അപ്പൊ അങ്ങനെ നിങ്ങളുടെ വ്യക്തിക്ക് വേറെ ഒരു പാർട്ടികൾ ഉണ്ടെന്നാണ് പറയുന്നത്. അങ്ങനെ ചെറിയ ചെറിയ പ്രയാസങ്ങള് കുറച്ച് പേരൊക്കെ ഉണ്ട്. ബാക്കി ഒരു 95% ആൾക്കാർക്കും വളരെ നല്ലതാണ് വന്നിരിക്കുന്നത്. ഒരു 5% ആൾക്കാർക്ക് മാത്രം കുറച്ച് ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങളുണ്ട്. അപ്പൊ അതെല്ലാം നോക്കി കണ്ട് പോയാൽ മതി. എല്ലാത്തിനും മാറ്റങ്ങൾ വരും. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണുന്നവരേക്കും നന്ദി, നമസ്കാരം. എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവർക്കും നന്ദി, നമസ്കാരം. പേഴ്സണൽ റീഡിങ് വേണമെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യണം വാട്സാപ്പിൽ.